ഹലോ ഫ്രണ്ട്സ്, ഇന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അതിനെ പുഡിംഗ് എന്നാണോ കേക്ക് എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഒരു പുഡിങ്ങിൻ്റെതായതുകൊണ്ട് നമുക്കതിനെ പുഡിംഗ് എന്ന് വിളിക്കാം. നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ. അത് ഒരിളം മധുരമായിരിക്കും. ഇനി ഒരു കപ്പിലേക്ക് 2 ടീസ്പൂൺ ജലാറ്റിൻ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി വെക്കാം. പാല് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കുക. ഇവിടെ കഴുത്തറ്റം വെച്ച് ഇവിടെ നമുക്ക് മുറിച്ച് കളയാം. നമുക്ക് ഇത്ര ഭാഗം, ഈ താഴത്തെ ഭാഗമേ ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ച് കളയാം. ബോട്ടിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 3 ഓറഞ്ച് തൊലി കളഞ്ഞെടുക്കാം. ഓറഞ്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പാലിന് ഒരു ഇളം ചൂടുണ്ട്. ഇതിലേക്ക് കലക്കി വെച്ച് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. കലക്കി വെച്ച് ജലാറ്റിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിനെ നമുക്ക് ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. എൻ്റെ ബോട്ടിൽ കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഈ നാരങ്ങ കുറച്ച് പുറത്തായിപ്പോൾ അത് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണമായിരുന്നു പാല്. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. എന്നാൽ ഇതിനി ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് ഇതെടുക്കാം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ബോട്ടിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഈ ബോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇത് 5 മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞതാണ്. ഇത് ഫ്രിഡ്ജിൽ ഞാൻ 4 മണിക്കൂർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. പക്ഷേ ഞാനിതെടുത്തത് 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ബോട്ടിൽ ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട് വെച്ച് ഇതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാന്ന്. ബോട്ടിൽ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനത്തെ ഈ ബോട്ടിലിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ഇതിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ടേണ്ട. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നോക്ക്. എന്ത് ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം നല്ലതാണ്. കാണാനും നല്ല ഭംഗിയായി. ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നല്ല രസമായിരിക്കും. കുട്ടികൾക്ക് ഇത് കാണാൻ നല്ലൊരു ഇഷ്ടമായിരിക്കും. കഴിക്കാനും അവർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഒരു കഷ്ണം ടേസ്റ്റ് നോക്കട്ടെ ഞാൻ. ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഞാനിതിൻ്റെ ഒരു മുട്ടേൻ്റെ വെള്ള പോലെ ഈ നമ്മൾ ടെൻഡറായിട്ട് മുട്ട ബോയിൽ ചെയ്തെടുക്കൂലേ, അപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കല്ലേ. അപ്പോൾ
നല്ല ടേസ്റ്റ് ആയിട്ടാ. നല്ലൊരു സ്ട്രക്ചറാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.